CA പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം പാസ്സാവാൻ വേണ്ടത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ക്ലാസ് എന്നുള്ളൊരു സിസ്റ്റം മാത്രമല്ല, ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള തൊട്ടടുത്ത ദിവസം അതിൻ്റെ എക്സാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. ഒരു 9 മാസം ആകുമ്പോഴേക്കും CA എക്സാം എഴുതാൻ എന്താവും ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സാം എഴുതാൻ അയാൾ കോമ്പറ്റൻ്റ് ആയി. ഈ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണ് CAയിൽ പെട്ടെന്ന് പാസ്സാകുന്നത്. നമുക്കൊരു കാര്യം അറിയില്ല എന്നുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ ഒരു ട്രെമെൻഡസ് പോസിബിലിറ്റി ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി. അത് ഈ CAക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡ് ബാച്ചിൽ പോയിരുന്നിട്ട് പഠിച്ചിട്ടാണ് 10ാം ക്ലാസ് ക്ലിയർ ചെയ്യുന്നത്. അത് എന്നിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി CAനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കും പറ്റൂല എന്നുള്ള ഒരു തോട്ട് വന്നു. അങ്ങനെയാണ് ഞാനും CAക്ക് വരുന്നത്. അപ്പോൾ നമ്മളതായ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു, എങ്ങനെ പഠിപ്പിച്ചാൽ ഞങ്ങളൊക്കെ പാസ്സാവും എന്നുള്ളത്. കരിയർ അഷ്വറൻസ് തരുന്ന കോഴ്സുകൾ കുറേ കാലം മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറയുമ്പോൾ MBBS, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ സർവീസ് ഒക്കെ ആയിരുന്നു. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് CA എന്നുള്ള കോഴ്സ്. CA പക്ഷേ അത്ര സിമ്പിളൊന്നുമല്ല, ക്രാക്ക് ചെയ്യാൻ എളുപ്പമല്ല. പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. കൃത്യമായ പാതയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് CA ക്രാക്ക് ചെയ്യാം എന്ന് പറയുകയാണ് വളാഞ്ചേരി ആസ്ഥാനമായിട്ടുള്ള പാസിയോളി ഗുരുകുൽ. പാസിയോളി ഗുരുകുലിലെ അക്കാഡമിക് അഡ്വൈസേഴ്സാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, CA സംബന്ധിച്ച് വരികയാണെങ്കിൽ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഇങ്ങനെ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ആഡൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ നൽകിയവരാണ് പാസിയോളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടെടുത്ത് വെച്ചിട്ട് അതിനൊരു ടീച്ചിങ് മെത്തഡോളജി ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു കീ ടു സക്സസ് എന്നാണ് മനസ്സിലാവുന്നത്. എന്താണ് ആ രഹസ്യം? CA പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാം പാസ്സാവാൻ വേണ്ടത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മെമ്മറി വേണം. അതായത് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അവൻ പഠിച്ച കാര്യങ്ങൾ എക്സാമിന് എഴുതാൻ കഴിയണം. രണ്ടാമത് എഴുതാൻ സ്പീഡ് വേണം. കാരണം 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം, എഴുതുന്ന ആൻസേഴ്സൊക്കെ അക്യുറേറ്റ് ആയിരിക്കണം, എങ്കിലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയിൽ ഉണ്ടാവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ ആ ഉള്ള ഫാക്കൽറ്റി കൂടെ അതിനനുസരിച്ച് അവർ ട്രെയിൻ ചെയ്യപ്പെട്ടവരായിരിക്കണം. അത് എത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റും? ഞങ്ങളുടെ ഫാക്കൽറ്റി പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പൂളാണ്. ഒരു എബൌട്ട് 10 years എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസാണ് ഞങ്ങൾ പൂളിലുള്ളത്. അതുപോലെ ക്വാളിഫൈഡ് ആണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ സാറ് പറഞ്ഞ പോലെ മെമ്മറി ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ആക്യുറസി. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. വെറും ക്ലാസ് എന്നുള്ളൊരു സിസ്റ്റം മാത്രമല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ എക്സാം തൊട്ടടുത്ത ദിവസം ഉണ്ടാവും. ചാപ്റ്റർ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള തൊട്ടടുത്ത ദിവസം അതിൻ്റെ എക്സാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് അവരുടെ സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഫൈനൽ എക്സാമിന്. ദെൻ മെമ്മറി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2 week അല്ലെങ്കിൽ 3 weeks കൂടുമ്പോൾ സർപ്രൈസ് ആയിട്ട് സ്റ്റുഡൻസിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. ഇന്ന ടോപ്പിക്സിൻ്റെ എക്സാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഷെഡ്യൂൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് പഴയ അവിടെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, അവർ റിവൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പഴയ കാര്യങ്ങൾ അവർക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യുമ്പോൾ അവരുടെ മെമ്മറി അങ്ങനെ കൂട്ടാൻ അത് സഹായിക്കും. പിന്നെ എക്സാം കഴിഞ്ഞാൽ അവരുടെ എക്സാം വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം, ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്തതിന് ശേഷം അവരുടെ മാർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കും. എന്നിട്ട് അതിൽ എവിടെയാണ് അവർക്ക് പോരായ്മ ഉള്ളത്, ഒരു ICAയുടെ ഒരു ഫൈനൽ എക്സാമിന് എത്രത്തോളം അത് ആക്യുറേറ്റ് ആവണം എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ കുട്ടി എഴുതിയ ആൻസർ ഷീറ്റ് ഞങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് കൊടുക്കും. അങ്ങനെ ഒരു 9 മാസം ആകുമ്പോഴേക്കും ഈ കുട്ടി CA എക്സാം എഴുതാൻ എന്താവും ആക്യുറേറ്റ് ആയിട്ടുള്ള എക്സാം എഴുതാൻ അയാൾ കോമ്പറ്റൻ്റ് ആയി മാറും. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ SSLC ഹയർ സെക്കൻഡറി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂഷനാണ്. മുൻപൊക്കെ കുറേ ഗ്ലാമർ കോഴ്സുകൾ ഉണ്ടായിരുന്നു, അതിന് പിന്നാലെയാണ് പോയിരുന്നത്. പക്ഷേ ആ ഒരു സെനാരിയോ ഒക്കെ മാറി. ഇപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളിലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾ ആലോചിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് മാത്സിലൊക്കെ കുറച്ച് മിടുക്കന്മാരായ കുട്ടികളാകുമ്പോൾ CAക്ക് വിട്ടാൽ എന്താണ് എന്ന് ആലോചിക്കുന്ന പാരൻസിനോട് എന്താ പറയാനുള്ളത്? പാരൻസിനോട് പറയാനുള്ളത്, നമ്മളെ നാട്ടിലൊക്കെ ട്രഡീഷണലായിട്ട് കാണുന്നത് എല്ലാവരും 10th +2 ഒക്കെ കഴിയുമ്പോഴേക്കിന് സയൻസ് ഫീൽഡിലോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ കൊമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മളെ പാരൻസ് ഇപ്പോൾ അവെയറായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് മീഡിയ ഇൻഡസ്ട്രിയിലാണ്. ഇവിടെ ജേർണലിസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു അക്കൗണ്ട്സ് മാനേജർ വേണം, ഫിനാൻസ് മാനേജർ വേണം. ഇനി മറ്റൊരു ഇൻഡസ്ട്രി എടുക്കുക, ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ അക്കൗണ്ട്സ് മാനേജർ, ഫിനാൻസ് മാനേജർ,
അതുപോലുള്ള ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ആണെങ്കിലും ലോകത്തുള്ള ഏത് ഇൻഡസ്ട്രികളുണ്ടോ അവിടെയൊക്കെ എന്ത് ആവശ്യമാണ് നമുക്ക് കൊമേഴ്സ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൊമേഴ്സിലെ തന്നെ ഏറ്റവും മികച്ച കോഴ്സുകളാണ് CA, CMA, ACCA എന്നുള്ളത്. അത് ഇന്നത്തെ കാലത്താണെങ്കിൽ പഴയ കാലത്ത് ഡിഗ്രി ആയിരുന്നു ആൾക്കാരൊക്കെ ചൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് പ്രൊഫഷണലായ ആൾക്കാരാണ് പിന്നെ ഇൻഡസ്ട്രീസ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോഴാണ് പേരൻസിൻ്റെ ഇടയിലൊക്കെ അത് ഇങ്ങനെ റിയലൈസ് ചെയ്ത് വരുന്നത്. പിന്നെ എൻജിനീയറിംഗ് ആണെങ്കിലും ഡോക്ടർ, MBBS അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിലൊക്കെ 4 or 5 years മിനിമം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. ഒരു CA സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് CMA അല്ലെങ്കിൽ ACCയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4-5 വർഷം ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഭാവിയിലും നല്ല അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാവരും ഈ കോഴ്സ് ചെയ്യുന്നതൊക്കെ അറിവ് നേടുന്നതിലപ്പുറത്തേക്ക് അവരെ അതായത് അവരെ ആ സാമ്പത്തികം ഭദ്രമാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇന്ന് CAക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ഇൻഡസ്ട്രിയിൽ നല്ല ഒരു പാക്കേജ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പേരൻസിനൊക്കെ ഈ കൊമേഴ്സ് മേഖലയിലുള്ള ഈ കോഴ്സുകൾക്ക് പറഞ്ഞേക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഈ പാരൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ നോക്കുക അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ്. അപ്പോൾ ഈ +2-ലൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കൊന്നും ഇത് പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ പറയും കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടാണെങ്കിൽ BCom ചെയ്ത ആളുകൾക്കൊക്കെയാണ് അതിനൊരു സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് മാത്രമാണോ, ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ലേ? ആക്ച്വലി ഈ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളാണ് CAയിൽ പെട്ടെന്ന് പാസ്സാകുന്നത്. അതിന് 2 റീസൺ ഉണ്ട് ആക്ച്വലി. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു കാര്യം അറിയില്ല എന്നുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ ഒരു ട്രെമെൻഡസ് പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു കാര്യം അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ ലിമിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. ഈ സയൻസ് സ്ട്രീം വരുന്ന സ്റ്റുഡൻസിന് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അവർക്കുള്ള ബേസിക്കായിട്ട് നോളജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ CA എന്നുള്ള കോഴ്സ് തുടങ്ങുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങുന്നത് 0-യിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഒരു സാധാരണ ഒരാൾ ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ പഠിച്ചു തുടങ്ങുന്നത് അതേപോലെയാണ് CA ഫൗണ്ടേഷനിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സയൻസ് സ്ട്രീം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും അറിയില്ല എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടാവും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി. അവരെന്ത് ചെയ്യും, നല്ല ഡീപ്പായിട്ട് സ്റ്റാർട്ടിങ് തന്നെ നല്ല ഡീപ്പായിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി തന്നെ അവർ പഠിക്കും. കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഈ ഒരു ബേസിക് നോളജ് ഉണ്ടാവും, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ബേസിക് നോളജ് ഉണ്ടാവും. അപ്പോൾ അവർ പൊതുവേ കരുതും നമുക്കറിയുന്ന ഒരു സിലബസ് തന്നെയാണ് ഇതിലുള്ളത് എന്ന് കരുതിയിട്ട് അവർ +2-ൽ എന്താണോ പഠിച്ചത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് അവിടെയുള്ള സാധ്യത. അപ്പോൾ ഈ സയൻസ് സ്ട്രീം പഠിച്ച ഒരു കുട്ടിക്ക് അതിൻ്റെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ അവർ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഈ വന്നൊരു റിസൾട്ടിൽ സയൻസ് സ്ട്രീം കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് ഹാരിസ്, അവന് 2 സബ്ജക്റ്റിൽ ഔട്ട് ഓഫ് 197 മാർക്സാണ് അവൻ സ്കോർ ചെയ്തത്. അവൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന ആളാണ്. മേ ബി അവന് ഓൾ ഇന്ത്യ ഒരു വൺ ഓഫ് ദ ടോപ്പർ ആയിരിക്കാനാണ് സാധ്യത. അവൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന ആളായിരുന്നു. അതേപോലെ തന്നെ CA ഇൻ്ററിൽ ടോപ്പ് മാർക്ക് കിട്ടിയ സ്റ്റുഡൻ്റ് ഉണ്ട്, അവനും സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന ആളായിരുന്നു. അപ്പോൾ ഈ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾക്ക് രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നൊരു ശീലം ഉണ്ടാവും. പൊതുവേ 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സാവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവരും ഏതിനെ ചൂസ് ചെയ്യുന്നത്, സയൻസ് സ്ട്രീമാണ് ഫസ്റ്റ് ചൂസ് ചെയ്യുക. അത് പിന്നെയാണ് സെക്കൻഡായിട്ടാണ് കൊമേഴ്സ് പൊതുവേ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സയൻസ് സ്ട്രീം +2 സയൻസ് വരുന്ന ആളുകൾക്കൊക്കെ പൊതുവേ നന്നായിട്ട് പഠിച്ചു വരുന്നൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കും. അത് ഈ CAക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രൂപത്തിൽ പഠിച്ചു പോകുന്ന ഒരു ഹാബിറ്റ് നമുക്ക് വേണം. ഈ ഹാബിറ്റ് സയൻസിൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ സയൻസിൽ വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങളെ കൊണ്ട് തന്നെ അവർ നല്ല മാർക്കോട് കൂടി ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഈ CA എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സാണ് അല്ലേ? ക്രാക്ക് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 പേരും അക്കാഡമിക് അഡ്വൈസേഴ്സാണ്, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളുകളാണ്. അപ്പോൾ 2 പേരും പഠിപ്പിസ്റ്റുകളായിരുന്നോ? അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞങ്ങൾ പഠിപ്പിസ്റ്റായിരുന്നോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിസ്റ്റായിരുന്നോ എന്നൊക്കെ. എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 10th വരെ അങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നില്ല. നാട്ടിൻ പുറത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. സോ അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോവുക വരിക എന്നതിലപ്പുറം അതിൽ പഠിക്കുക എന്നുള്ളൊരു കാര്യമൊന്നും ആരും അങ്ങനെ പഠിക്കുന്നവർ അപൂർവം ഉണ്ടായിരുന്നുള്ളൂ. 10th അത് കാരണം തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് വളാഞ്ചേരി ഒരു മഹാത്മാ കോളേജ് ഉണ്ടായിരുന്നു, അന്ന് ഫെയിൽഡ് ബാച്ചൊക്കെ നടത്തുന്നത്. അവിടെ ആ ഫെയിൽഡ് ബാച്ചിൽ പോയിരുന്നിട്ട് പഠിച്ചിട്ടാണ് ഞാൻ 10ാം ക്ലാസ് ക്ലിയർ ചെയ്യുന്നത്. 10ാം ക്ലാസ് ക്ലിയർ ചെയ്തതിന് ശേഷം
ഞാൻ പോളിടെക്നിക്കാണ് എൻ്റെ ഫാദർ എന്നെ കൊണ്ടാക്കുന്നത്. അവിടെ പെട്ടെന്ന് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണല്ലോ, അത് കഴിഞ്ഞാൽ വേഗം ജോലി കിട്ടും എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എൻ്റെ ഉപ്പ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് 10th നോളേജ് മാത്രമേ ഉള്ളൂ, 10th ബാക്കിലോട്ടുള്ളതില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കെമിസ്ട്രി പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിൾ എന്താണെന്നുള്ളത് അറിയാതെ ഞാൻ പോളിടെക്നിക്ക് പോയിരുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാവണില്ല ക്ലാസ് എടുക്കുന്നു. പിന്നെ അവിടെ ഞാൻ ഡ്രോപ്പായി വേറെ +2 വന്നിട്ട് ഞാൻ കൊമേഴ്സ് എടുത്ത് ചേരുകയാണ്. കൊമേഴ്സ് എടുത്തതിന് ശേഷമാണ് പഠനത്തിനെ കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതും പിന്നെ ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും. ദെൻ കൊമേഴ്സ് എടുത്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ ബ്രദർ ഈ CA ട്രൈ ചെയ്തിരുന്നു. എൻ്റെ ബ്രദർ CA കിട്ടുന്നത്. ബ്രദറിന് CA കിട്ടിയത് എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷനായി. കാരണം എൻ്റെ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് എല്ലാവരും ടഫാണെന്ന് പറയുന്ന ഒരു കോഴ്സ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അത് എന്നിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി. അപ്പോൾ CA കുറിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കും പറ്റില്ല എന്നുള്ള ഒരു തോട്ട് വന്നു. അങ്ങനെയാണ് ഞാനും CAക്ക് വരുന്നത്. പിന്നെ നമ്മൾ +2 ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രിക്ക് പോയാൽ എന്ത് എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഡിഗ്രി പാസ്സാവും, എന്നിട്ട് ചെറിയ എന്തെങ്കിലും ജോലി കിട്ടും. അപ്പോഴും നമ്മളെ സ്ട്രഗിളിങ്സൊക്കെ ഫിനാൻഷ്യൽ സ്ട്രഗിളിങ്സ് നമ്മൾ ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ അത് ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ പുളിങ്ങുമ്പോൾ തന്നെ പിടിക്കുക എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ. നമ്മളെന്ത് ചെയ്തു, CAക്ക് ട്രൈ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒന്നല്ലെങ്കിൽ ജയിച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സെറ്റാവും, അല്ലേ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ഹോൾഡർക്കുള്ള ഓപ്ഷൻ അപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് CAക്ക് ജോയിൻ ചെയ്യുന്നതും CA അൽഹംദുലില്ലാ അത് എന്ത് ചെയ്തു പാസ്സാകാനും കഴിഞ്ഞു. എങ്ങനെയാണ്, സമാനമായ എക്സ്പീരിയൻസ് ആണോ അതോ പഠിപ്പിച്ചിട്ടായിരുന്നോ? അതായത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ഫുട്ബോൾ കളിക്കാനായിരുന്നു. ഫുട്ബോൾ കളിക്കുക, അതുപോലെ ക്രിക്കറ്റ് കളിക്കുക, വോളിബോൾ, ക്യാരംസ്, ചെസ്സ്, അങ്ങനെയുള്ള കളികളോടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ്. ഞാൻ എടപ്പലം PTM ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എൻ്റെ 10th ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 10th ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പാസ്സേ ഉള്ളൂ. ഒരു 53% മാർക്കോട് കൂടിയിട്ടാണ് ഞാൻ 10th ക്ലാസ് പാസ്സായത്. അപ്പോൾ +2 അവിടെ ഞങ്ങൾക്കൊപ്പം VHSCയിൽ കംപ്ലീറ്റ് ആയി. എനിക്കന്ന് ഏകദേശം 61% മാർക്കോട് കൂടി ഞാൻ പാസ്സായത്. പിന്നെ ഡിഗ്രിക്ക് എവിടെ പഠിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു, ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഡിഗ്രി വളാഞ്ചേരി MES കോളേജ്, പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് എനിക്ക് ഡിഗ്രിക്ക് കോളപ്പ് വന്നില്ല, കാരണം വളരെ കുറവ് മാർക്കായതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാനൊരു പ്രൈവറ്റ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത്. അതിൽ സെക്കൻഡ് ഇയർ സമയത്താണ് ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പഠിക്കാൻ നോക്കുന്നത്. ഒരു ബിസിനസ് ലോ എന്നുള്ള സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അന്ന് മുതലാണ് ആക്ച്വലി ഞാൻ ഒന്ന് വായിക്കുന്നത്. അഥവാ എക്സാമിന് മുന്നൊന്ന് വായിക്കും, തലേദിവസം വായിക്കുന്നല്ലാതെ അതിന് മുമ്പായിട്ട് വായിക്കുന്നൊരു ശീലം എനിക്കില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് ഞാൻ എൻ്റെ സ്റ്റഡി അങ്ങനെ തുടങ്ങുന്നത്. അതിലെനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റി. അവിടെ നടത്തുന്ന എക്സാമുകളിലൊക്കെ ഞാനായിരുന്നു ടോപ്പറായി മാറിയത് ആ പ്രൈവറ്റ് കോളേജിൽ. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഉനൈസ് അന്ന് നാട്ടിൽ CA ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഉനൈസിനോട് ചോദിച്ചു CA എങ്ങനെ കോഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ CA ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ പൊതുവേ ഹൈ മാർക്കുള്ള കുട്ടികളൊക്കെ അല്ലേ വരിക. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള താല്പര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, CA ഫൗണ്ടേഷൻ ഞാനും അന്ന് CPT എന്നുള്ള കോഴ്സായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ CPT എനിക്ക് പാസ്സാകാൻ പറ്റി. ഈ CPT ഫൗണ്ടേഷൻ ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണത്. അത് പാസ്സാകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും CA ക്വാളിഫൈ ചെയ്യാന്നുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ CPT ഞാൻ പാസ്സായി. അങ്ങനെ പിന്നെ ഇൻ്റർവ്യൂ പാസ്സായി. ദെൻ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നു. ഫൈനൽ സ്റ്റേജും ഞാൻ പാസ്സായി. അങ്ങനെയാണ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പാസിയോളി ഗുരുകുലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഒരു പേര് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്താണ് മീനിങ് പാസിയോളി? പാസിയോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് അക്കൗണ്ടൻസി, അയാളുടെ പേരാണ് ലുക്കാ പാസിയോളി എന്നുള്ളത്. ഗുരുകുലം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർ കൂടെ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കൾച്ചറാണല്ലോ നമ്മളെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് പാസിയോളി ഗുരുകുലം എന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുള്ളത്. പാസിയോളിയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ ഞാൻ പഠിച്ചത് ചെന്നൈയിൽ പോയിട്ടൊക്കെയാണ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ പേപ്പേഴ്സ് വല്ല CAക്കാരും പ്രൈവറ്റ് കോച്ചിങ് തരിക എന്നുള്ളതാണ് അന്ന് ഉണ്ടായിരുന്നുള്ളത്. പിന്നെ പഠിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളതായ ചില ഐഡിയാസ് ഉണ്ടായിരുന്നു, എങ്ങനെ പഠിപ്പിച്ചാൽ ഞങ്ങളൊക്കെ പാസ്സാവും എന്നുള്ളത്.
അപ്പോൾ പലപ്പോഴും എല്ലാവരും ഈ സി എക്ക് വരുന്നവരൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികളാണെന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഫാക്കൽറ്റീസും ക്ലാസ്സൊക്കെ ചെന്നൈയിൽ എടുത്തിരുന്നത്. പക്ഷെ നമ്മളെ പോലുള്ള ആവറേജ് കുട്ടികൾ ഒരുപാടുള്ള ഒരു മേഖലയാണല്ലോ ഈ സി എ എന്നുള്ളത് പറഞ്ഞാലും. അപ്പോൾ തോൽക്കുന്ന കുട്ടികളൊക്കെ ഒരു ആവറേജ് കുട്ടികളാണ് അധികം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഡ്രോബാക്സുകളൊക്കെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിൽ കുട്ടികളെ പാസ്സാക്കാൻ കഴിയും എന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ ആ തോട്ട്സ് അമാനുമായിട്ട് എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ഷെയർ ചെയ്ത സമയത്ത് എവിടെ ഇത് തുടങ്ങണം എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളാഞ്ചേരിയാണ് പിന്നെ ലൊക്കേഷൻ അമാനു സജസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നത് കേരളത്തിൻ്റെ മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാഞ്ചേരിയല്ല, അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ചില ആശങ്കകളുണ്ടായിരുന്നു, വളാഞ്ചേരിക്ക് സി എ പഠിക്കാനൊക്കെ കുട്ടികൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് ഓടിയെത്തും എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ക്വാളിറ്റി റിസൾട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ അവിടേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വെറും 20 പേരെ വെച്ചിട്ട് സി എ ഇൻ്ററിൻ്റെ ഒരു ബാച്ചാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സി എ ഇൻ്റർ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റിസൾട്ട് വരികയാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 16% ഓൾ ഇന്ത്യ റിസൾട്ട് ഉള്ള ആ ഒരു സമയത്ത്. ആ സമയത്ത് ഒരു 20 പേരെ നമ്മൾ കോച്ചിങ് കൊടുത്തു. ഞങ്ങളതായ മെത്തഡോളജിയിലൂടെ ഈ കുട്ടികളെ പഠിപ്പിച്ചു. അവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിപ്പിച്ചപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 20 പേരിൽ 14 പേരും പാസ്സായി. ഇതാണ് ഞങ്ങളെ ശരിക്കുള്ള ടേണിംഗ് പോയിൻ്റ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു മുൻധാരണകളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. സ്റ്റിൽ നമ്മളവിടേക്ക് ഒരുപാട് കുട്ടികൾ സി എക്കും സി എം ഒക്കെ സി എക്കൊക്കെ ഇന്നും പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ വളരെ ഹമ്പിളായിട്ടൊരു തുടക്കം കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട്, പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുന്നു. എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, എക്സ്പാൻഷൻ, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഞങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ സി എക്ക് വരുന്ന കുട്ടികളിലൊക്കെ ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു പരാതി കുട്ടികളിൽ നിന്ന് നമുക്ക് കേൾക്കാറുണ്ട്. അതുപോലെ നല്ലൊരു വെൽ ഇൻഫ്രയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇന്ന് വളരെ കുറവാണ്. എല്ലാവരും ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുകളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരിക്കും, അല്ലെങ്കിൽ ടൗണിലുള്ള ഒരു ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും കോച്ചിങ് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇനി ഒരു ക്യാമ്പസ് ലൈഫിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലോട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ക്യാമ്പസ് തന്നെ വിത്ത് എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഫുട്ബോൾ ടർഫ്, അതുപോലെ ഗാർഡന്, തിയേറ്റർ, അതെല്ലാം കൊടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ഞങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ 70% ആൾറെഡി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇൻഷാ അല്ലാ ഈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കിന് അതിൻ്റെ ഇനാഗ്രേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങളുടെ മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സയൻസ് മേഖലയിലൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് എൻട്രൻസ് എക്സാമിലോട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള +2 കേരളത്തിൽ നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട്. ഇനി കോമേഴ്സ് ഫീൽഡിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 കോമേഴ്സ് ഫീൽഡിലുള്ള ആളുകൾക്ക് ഈ CA CMA കോച്ചിങ്ങിന് ആവശ്യമായിട്ട് രീതിയിൽ അവരെ അതിലേക്ക് ഏബിളാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് സിസ്റ്റം കൊണ്ടുവരികയാണ്. അത് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു ക്യാമ്പസിൽ തന്നെ ആയിരിക്കും. യെസ്, അപ്പോൾ കാര്യം സിമ്പിളാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട്, നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ പാസിയോളി ഗുരുകുൽ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്.